الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبد الله تعالى ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنا نصيرا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് അവനെ ഒരു ദിവസം കണ്ടുമുട്ടേണ്ടി വരും എന്ന വിചാരത്തോടുകൂടി ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം തഖ്വയോടുകൂടി മുന്നോട്ട് പോകുവാൻ അള്ളാഹുവിൻ്റെ കിതാബിനെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടെല്ലാവരോടും ഈ ലോകത്തും പരലോകത്തും റഹ്മത്ത് കാണിക്കുകയും അവൻ്റെ പ്രത്യേകമായ ദയാ കൊണ്ട് കാരുണ്യം കൊണ്ട് സകല ശിക്ഷകളിൽ നിന്നും, ഈ ലോകത്തെ ശിക്ഷയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നൊക്കെ, ഖബർ ശിക്ഷകളിൽ നിന്നൊക്കെ, പരലോകത്തെ അതികഠിനമായ വിചാരണയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് അൻ-നിസായിലെ നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ കേൾക്കുന്ന ഒരായത്തായിരിക്കും ഇത്. ഒമാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പോരാടാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത്, യുദ്ധം ചെയ്യാത്തത്. വൽ മുസ്തദഅഫീൻ, ദുർബലരായ ആളുകളുടെ മാർഗത്തിൽ, ദുർബലരായ ആളുകൾക്ക് വേണ്ടി, നിസ്സഹായരായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. ആരൊക്കെ? മിനർ റിജാലി, ആണുങ്ങൾ, വൻ നിസാഇ, ദുർബലകളായ പാവപ്പെട്ട സ്ത്രീകൾ, വൽ വിൽദാൻ, കുട്ടികൾ. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടുന്ന പാവപ്പെട്ട ദുർബലരായ നിസ്സഹായരായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടാതിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു?
ഈ ആളുകൾ, ഈ പാവപ്പെട്ട മനുഷ്യർ പറയുന്നു, അല്ലദീന യഖൂലൂന റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവോട്, ഈ പാവപ്പെട്ട മനുഷ്യന്മാർ, പടച്ചവനെ ഞങ്ങളെ അക്രമികൾ വസിക്കുന്ന, അക്രമികൾക്ക് ആധിപത്യമുള്ള ഈ നാടുകളിൽ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. പടച്ചവനെ ഞങ്ങൾക്കൊരു വലിയനെ തരണം, ഒരു രക്ഷാധികാരിയെ, ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷാധികാരിയെ ഞങ്ങൾക്കിനി നൽകണം എന്നും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വജഅൽ ലനാ മിൻ ലദുൻക നസീറ, ഞങ്ങൾക്കൊരു സഹായിയെ തരുമോ എന്ന് അള്ളാഹുവിനോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരു നാട്ടിൽ അക്രമികളായ ആളുകൾ ആധിപത്യം വാഴുന്ന ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ള ആയത്തുകളിൽ ഒരു വിഭാഗം ആളുകളുടെ മാനസികാവസ്ഥ അള്ളാഹു വിവരിക്കുന്നുണ്ട്. വഇന്ന മിൻകും ലമൻ ലയുബത്തിഅന്ന, നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, അവര് എപ്പോഴും ഇങ്ങനെ പിന്നേക്ക് വെക്കുന്ന ആളുകളാണ്, എപ്പോഴും പിന്നിലോടുന്ന ആളുകളാണ്, ഒരിക്കലും മുന്നിലും ഓടുന്ന ആളുകളല്ല. അവരിങ്ങനെ മെല്ലെയാണ് അവർ പോവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു മെല്ലെപ്പോക്ക് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവര് പിന്നിലായിരിക്കും എപ്പോഴും. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അവരുടെ സ്വഭാവം എന്താണ്? ഫഇൻ അസാബത്തുക്കും മുസീബ, നിങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവർ പറയും, ഖാല ഖദ് അന്നമല്ലാഹു അലയ്യ ഇദ് ലം അകുൻ മഅഹും ഷഹീദ. അല്ലാഹ് എന്നെ കാത്തു. അവർ പറയണം, മുഅ്മിനീങ്ങൾക്ക് വല്ല മുസീബത്തും ദുരിതവും ബാധിച്ചാൽ അവരുടെ പ്രതികരണം എന്താ? പടച്ചവൻ കാത്തു. അതായത് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. മുഅ്മിനീങ്ങൾ ദുർബലരായ മുഅ്മിനീങ്ങളാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അവര് മുഅ്മിനീങ്ങൾക്ക് മൊത്തം ഒരു പ്രതികൂലമായ സാഹചര്യം, മുസീബത്ത് വന്നാൽ അതിൽ അവരില്ലെങ്കിൽ അവരുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. കാരണം അവരെപ്പോഴും പിന്നിലേക്ക് നിൽക്കുന്ന ആളുകളാണ്, റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്തവരാണ്. അപ്പൊ അവര് പറയാണ്, ഇവർക്കിത് ബാധിച്ചപ്പോൾ ഞാൻ അവരെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നത് വല്ലാത്ത കാര്യമായിപ്പോയി. അള്ളാഹ് എന്നോട് വലിയ അനുഗ്രഹമാണ് കാണിച്ചത്. അവര് പറയണം, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി, ഞാൻ അവരെ കൂടെ ഉണ്ടായില്ലല്ലോ ആ സമയത്ത് എന്നായിരിക്കും അവർ പറയാം. വലഇൻ അസാബക്കും ഫദ്ലും മിനല്ലാഹ്, ഇനി നിങ്ങൾക്ക് അള്ളാഹിന്റെ വല്ല ഫദ്ലും കിട്ടി, അള്ളാഹ് നിങ്ങളോട് ഔദാര്യം കാണിച്ചു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ അവരില്ല, അവരതിലുമില്ല, അതിനും അവർ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹിന്റെ അനുഗ്രഹം ഈ ഉമ്മത്തിന് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അവർ പറയും എന്ത്? കല്ലം തുക്കുൻ ബൈനഹും ബൈനഹു മവദ്ദ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ, ഈ പറയുന്ന ആളുകൾക്കും ഇടയിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് അവർ സംസാരിക്കുക. അപ്പൊ അവർ പറയുന്നത്, യാ ലൈതനി കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അലീമ, എന്ത് അബദ്ധമായി, ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ വിജയം കിട്ടുമായിരുന്നു. ഒരു യുദ്ധം നടന്ന് യുദ്ധത്തിൽ തോറ്റാൽ അവർ പറയുന്നത്, ഞാനതിലില്ലാതിരുന്നത് വലിയ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഒരു യുദ്ധം നടന്ന് അതിൽ മുഅ്മിനീങ്ങൾ ജയിച്ചാൽ അവർ പറയുന്നത്, ഭയങ്കര നഷ്ടമായി പോയി, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ കാര്യമായിരുന്നു. കാരണം ഗനീമത്ത് സ്വത്താണ് അവർ നോക്കുന്നത്, സ്വത്ത്. യുദ്ധം മുതൽ വാരി കൂട്ടുമ്പോ അത് ഞങ്ങൾക്കും കിട്ടിയായിരുന്നു, പക്ഷെ ആ യുദ്ധം ജയിച്ചപ്പോൾ ഞങ്ങൾ ഇല്ലാതെ പോയി, വല്ലാത്തൊരു നഷ്ടമായി പോയി എന്നവർ പറയും. ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് പടച്ചവൻ പറയുന്നത്, ഫൽ യുഖാതിൽ ഫീ സബീലില്ലാഹ് അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ, ദുനിയാവിനെ കൊടുത്ത് ആഖിറത്തിനെ വാങ്ങുന്ന ആളുകൾ, ദുനിയാവിനെ വിറ്റ് ആഖിറത്തിനെ വാങ്ങുന്ന ആളുകൾ, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യട്ടെ, അവർ സമരം ചെയ്യട്ടെ. ആരെ? ദുനിയാവിനെ വിറ്റ് ആഖിറത്തിനെ സ്വീകരിക്കുന്ന ആളുകൾ.
ദുനിയാവിനെ വിൽക്കുന്നു, അവർ ആഖിറത്തിനെ വിലക്ക് വാങ്ങുന്നു. അങ്ങനെയുള്ള ആളുകൾ വമൻ യുഖാതിൽ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ പോരാടിയിട്ട് ഫയുഖ്തൽ, അയാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക. ഔ യഗ്ലിബ്, അയാൾ ശത്രുവിനെ പരാജയപ്പെടുത്തി അയാൾ അതിജയിച്ചു എന്ന് വിചാരിക്കുക. ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പ്രതിഫലമാണ്, ഭയങ്കരമായ മഹത്തായ പ്രതിഫലമാണ് നാം കൊടുക്കാൻ പോകുന്നത് എന്ന് അല്ലാഹ് പറയുന്നു. ഇത് ഖുർആന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഖുർആന്റെ ഓരോ ആയത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഓതുമ്പോഴും നമുക്ക് തോന്നും ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത്. ഇത് 15 നൂറ്റാണ്ട് മുമ്പുള്ള മോമിനീങ്ങളുടെ സംഘത്തെ അഭിസംബോധന ചെയ്ത് ഖുർആൻ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് തോന്നും ഈ കാലഘട്ടത്തിലെ മോമിനീങ്ങളോടാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. അതായത് ഒരു സമുദായം, ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിലെ കുറച്ച് പാവങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട്, ഇതൊന്നും അറിയാത്ത പോലെ ജീവിക്കുക, അതിലേക്കൊന്നും പോയി ചാടണ്ട, റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് വേറുള്ള ആളുകൾ ചാടട്ടെ, നമുക്കിവിടെ നിൽക്കാം, അള്ളക്കുണ്ട്, ഇസ്ലാമിനാണ് ശരി, ഒക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾ മുന്നിക്കില്ല, ബാക്കിയുള്ള ആളുകളൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ച് എപ്പോഴും പിന്തി നിൽക്കുന്ന കുറച്ച് ആളുകൾ. അവര് എപ്പോഴും ആലോചിക്കണത് എന്താ വെച്ചാൽ അവരുടെ കാര്യമാണ്. ഒരു യുദ്ധം നടന്ന് അതിൽ പങ്കെടുത്തിട്ട് വല്ല യുദ്ധമുതലും കിട്ടുമോ എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്ത് കുറെ സഹാബിമാർ കൊല്ലപ്പെടുമ്പോ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോ ഷഹീദാകുമ്പോ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നല്ല അവർ വിചാരിക്കുക. ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കുമ്പോ ഗനീമത്ത് കിട്ടുമ്പോ ഗനീമത്തല്ല, ആ വിജയിച്ച യുദ്ധത്തിൽ ഞാൻ ഉണ്ടായില്ലല്ലോ എന്നല്ല അവർ വിചാരിക്കുക. ഇങ്ങനെ ഒരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു എന്നാണ് ഈ ആയത്തുകൾ പറയുന്നത്. അവര് മുനാഫിക്കുകളായിരുന്നുവെന്നും അവര് മുനാഫിക്കുകളൊന്നും ആയിരുന്നില്ല, ദുർബലരായ വിശ്വാസികളായിരുന്നു എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ ദുർബലരായ വിശ്വാസികളായിരുന്നു, മുനാഫിക്കുകളല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. പടച്ചോനെ, ഈ അക്രമികളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും. ഇത് അള്ളാഹ് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നത് പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. കുട്ടികളുണ്ട്. അന്ന് അതേ ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണ്, പെണ്ണ്, കുട്ടികള് ഇതൊന്നുമില്ല. ഇപ്പൊ ഫലസ്തീനിൽ കണ്ടില്ലേ, ഗസയില് കൊല്ലപ്പെടുന്നത് ആരാ? പിഞ്ചു കുഞ്ഞുങ്ങളാണ്. കുട്ടികളോട് വല്ല നിങ്ങള് കാണുന്നുണ്ടാവും. കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന 8, 6, 10 വയസ്സായ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഇസ്രായേൽ സൈന്യം. ജയിലിൽ 100 കണക്കിന് കുട്ടികളുണ്ട്, വലിയ മനുഷ്യന്മാരല്ല. 8, 10 വയസ്സായ ഫലസ്തീനി കുട്ടികൾ ജയിലിൽ 5, 10 കൊല്ലം തടവ് വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. കുട്ടികൾ, കുഞ്ഞുങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആണാണെന്നോ പെണ്ണാണെന്നോ വൃദ്ധനാണെന്നോ വൃദ്ധയാണെന്നോ കുഞ്ഞാണെന്നോ ഇങ്ങനത്തെ യാതൊരുവിധ പരിഗണനയും ഉണ്ടാവില്ല. ഇത് തന്നെയായിരുന്നു മക്കയിലെയും അവസ്ഥ. ഈ ഗ്രാമം എന്ന് പറയുന്നത് മക്കയെ പറ്റിയാണ് പറയുന്നത്. മദീനയിലുള്ള മോമിനീങ്ങളോട് പറയണം, മക്കയിൽ ഇങ്ങനെ കുറച്ച് കൂട്ടർ കടന്ന് ദുരിതത്തിൽ കഴിയുന്നുണ്ട്, ആ ആളുകളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്താണ് ചെയ്യണത്? ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ മോമിനീങ്ങളെ പറ്റി പറഞ്ഞിട്ട് ചോദിക്കണത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ സഹോദരിമാരെ, നമ്മളുടെ അവസ്ഥ ഈ അവസ്ഥകളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിലാണോ? വൈന്ന മിൻകും ലമൻ ലയുബത്തി അന്ന, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മളെ കാര്യം നോക്കാം. എനിക്ക് എൻ്റെ ജോലിന്റെ കാര്യമുണ്ട്, കച്ചവട കാര്യമുണ്ട്, കുടുംബകാര്യമുണ്ട്, ഭാര്യന്റെ കാര്യമുണ്ട്, കുട്ടികളെ കാര്യമുണ്ട്. ഡൽഹിയിൽ എന്ത് സംഭവിച്ചാൽ എന്താ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് സംഭവിച്ചാൽ എന്താ, കേരളത്തിൽ എന്ത് സംഭവിച്ചാൽ എന്താ, പലസ്തീനിൽ എന്ത് സംഭവിച്ചാൽ എന്താ, ഇതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. ഞാൻ 5 നേരം നിസ്കരിച്ചപ്പോൾ എനിക്കിതിനെ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളെ പറ്റിയാണ് ഖുർആൻ ഈ പറയുന്നത്.
അവരെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഫീ ദിലാൽ ഖുർആനിൽ പറഞ്ഞതുപോലെ വളരെ ചെറിയ ലോകത്ത് ഈ താവട്ടത്തിൽ ജീവിക്കുന്ന കുറേ മോമിനീങ്ങൾ, ഈ താവട്ടത്തിൽ ജീവിക്കുന്ന മോമിനീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിചാരം 5 നേരം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഒരു ഹജ്ജൊക്കെ ചെയ്ത് അങ്ങനെയാണ് ജീവിച്ചു പോയാൽ തന്നെ സ്വർഗം ഉറപ്പാണ് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമായ ഒരു ഏർപ്പാടല്ല, ഇത്ര നിസ്സാരമായ ഒരു ഏർപ്പാടല്ല. ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഈ ദീനി ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവരും അവനവന്റെ ലോകത്ത്, ചെറിയ ലോകത്ത് ജീവിച്ച് ഇങ്ങനെ 5 നേരം നിസ്കരിച്ച് മാത്രം ഈമാനായിട്ട് കൊണ്ടു നടന്നാൽ ഈ ലോകത്ത് ഈ ദീന് നിലനിൽക്കുകയില്ല. കാരണം എല്ലാ ആളുകളും എല്ലാ കാലത്തും അള്ളാഹിന്റെ ശത്രുക്കൾ മുഴുവനും തകർക്കാൻ നോക്കുന്ന ഒരു ദീൻ ഏതാണ് ലോകത്ത്? അത് ഇസ്ലാം ദീനാണ്. യുരീദൂന യുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹിന്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചു ഊതുന്ന ഒരു വിളക്കേതാ? അത് ഇസ്ലാമാണ്. ഏത് മതക്കാരാവട്ടെ, ഏത് ഇസക്കാരാവട്ടെ, ഏത് സംഘടനക്കാരാവട്ടെ, ഏത് വൻശക്തികളാവട്ടെ, എല്ലാവരും കൂടിയിട്ട് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഏതാണ്? ഈ ദീനാണ്. അത് കേരളത്തിലുള്ള ആളുകളും ചില ആളുകൾക്കും, അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും, അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ദീനിനെ നശിപ്പിക്കണം. അത് അവരുടെ ഒരു അജണ്ടയാണ്. അവർക്കറിയാം ആരെയാണ് നശിപ്പിക്കേണ്ടത് എന്ന്, ആരാണ് ഞങ്ങളുടെ മുമ്പിൽ തടസ്സം എന്നവർക്കറിയാം. ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും ഇറങ്ങിപ്പുറപ്പെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ ഒരു ഇച്ഛാശക്തിയും ഒരു വൈകാരികതയും എൻ്റെ സഹോദരന്മാർ, എൻ്റെ ദീൻ നശിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലെങ്കിൽ ഈ ദീന് പിടിച്ചു നിൽക്കൂല. ഈ ദീന്, ഈ സമുദായം പലപ്പോഴും ക്രൂരമായി വേട്ടയാടപ്പെട്ട് നശിച്ച് വലിയ അപമാനിതരായ ഒരു സമൂഹമായിട്ട് ചരിത്രത്തിൽ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? ഇതുപോലുള്ള കുറെ മനുഷ്യന്മാര് ആവുമ്പോ അള്ളാഹ് കൊടുക്കുന്ന ഒരു ശിക്ഷയാണത്. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇറങ്ങും ഈ ശിക്ഷ. ഇതിന് മുമ്പുണ്ടായത് ചരിത്രത്തിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. താർത്താരികൾ ആക്രമണം നടന്നു. അബ്ബാസിയ ഖിലാഫത്ത് എന്ന് പറയുന്നത്, ഖിലാഫത്തിന് ശേഷം അമബികളുടെ ഖിലാഫത്ത് അബ്ബാസി ഖിലാഫത്ത്. അബ്ബാസി ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമാണ്. ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അബ്ബാസി ഖിലാഫത്ത്. ആ അബ്ബാസി ഖിലാഫത്തില് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് ഭയങ്കര പുരോഗതിയായിരുന്നു. ഇസ്ലാമിക നാഗരികത പടർന്ന് പന്തലിച്ച് പ്രശോഭിച്ച് നിൽക്കുന്ന ഒരു കാലാണത്. വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ വലിയ ഗ്രന്ഥശേഖരങ്ങൾ, വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ, ഖലീഫമാരുടെ സദസ്സിൽ വലിയ വലിയ വിജ്ഞാന ചർച്ചകൾ. ഹാറൂൺ റഷീദിനെ പോലുള്ള ഖലീഫമാര് വെറും ഭരണാധികാരികളല്ല, വലിയ പണ്ഡിതന്മാരും തത്വജ്ഞാനികളുമായിട്ടുള്ള ഖലീഫമാര്. ഇങ്ങനെയൊക്കെ വലിയ ഒരു സാമ്രാജ്യം അബ്ബാസി ഖിലാഫത്ത് എന്ന് പറയുന്നത്. ആ അബ്ബാസി ഖിലാഫത്തിലേക്ക് താർത്താരികളുടെ ഒരു ആക്രമണം വന്നപ്പോഴ് 1258 13-ാം നൂറ്റാണ്ടിലെ ബാഗ്ദാദാണ് അബ്ബാസിയ ഖിലാഫത്തിന്റെ തലസ്ഥാനം. താർത്താരികള് ഹോലാക്കോവിന്റെ നേതൃത്വത്തിൽ ബാഗ്ദാദിലേക്ക് എരച്ചു കയറി. പല സ്ഥലങ്ങളിലും ആക്രമിച്ച് അവസാനം ഇവർ പോണത് ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴൊക്കെ ഖലീഫ വിചാരിച്ച എന്താ വെച്ചാലേ അവരിങ്ങോട്ടൊന്നും വരില്ല എന്നായിരുന്നു. പിന്നെ അദ്ദേഹം വിചാരിച്ചു ഖിലാഫത്ത് തകർക്കാൻ വന്നാൽ മുസ്ലിങ്ങൾ മുഴുവനും ഇളകും, മുസ്ലിങ്ങൾ മുഴുവനും ഇറങ്ങി താർത്താരികൾക്കെതിരെ യുദ്ധം ചെയ്യും. അടുത്ത രാജ്യമുണ്ട് സിറിയ, അവിടെ അയ്യൂബികളാണ് ഭരണം നടത്തുന്നത്. അപ്പുറത്ത് മിസ്ർ, ഈജിപ്ത്, അവിടെ മമാലിക്കാണ് ഭരണം നടത്തുന്നത്. വേറെ ഓരോ രാജവംശങ്ങളാണ്. അപ്പോ ഖിലാഫത്ത് തകർക്കാൻ വന്നാൽ ഇവരെല്ലാരും കൂടിയിട്ട് ഖിലാഫത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജിഹാദിനിറങ്ങും എന്നാണ് അബ്ബാസി ഖലീഫ വിചാരിച്ചത്. ഇവരങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഖലീഫ പ്രസ്താവന നടത്തി. അവസാനം ഖലീഫയുടെ കൊട്ടാരം വളഞ്ഞു. ഖലീഫ അപ്പൊ പ്രസ്താവന നടത്തുന്നതെന്ന് വെച്ചാൽ ഖലീഫയെങ്ങാനും കൊന്നാൽ അതോടുകൂടി ഖിലാഫത്ത് അവസാനിക്കുമെന്നാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുഴുവനും ഇളകി ഈ ഖിലാഫത്തിനെ രക്ഷപ്പെടുത്താൻ വരുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്.
താർത്താരികൾ വിചാരിച്ചത് ഖലീഫയെ കൊന്നാൽ ഖിലാഫത്ത് അവസാനിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളയാം എന്നാണ് താർത്താരികൾ വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം വിചാരിച്ച പോലെ ഒരു മുസ്ലിമും ഈ അബ്ബാസി ഖിലാഫത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നില്ല. അടുത്തുണ്ടായിരുന്ന സിറിയൻ മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ മുസ്ലിങ്ങൾ, അവരൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, ആഭ്യന്തര പ്രശ്നങ്ങളിലും ഭിന്നിപ്പിലും അഭിപ്രായ വ്യത്യാസത്തിലും കെട്ടിപ്പിണഞ്ഞ് കഴിയായിരുന്നു. ഇന്നുള്ളത് പോലെ തന്നെ ഇന്ന് മുസ്ലിം സംഘടനകള്, മുസ്ലിം രാജ്യങ്ങള് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാലോ. എല്ലാവരും ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ആഭ്യന്തര കലാപങ്ങളിലാണ്. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും, യമനിൽ, ലിബിയയിൽ, ലബനാനിൽ, സിറിയയിൽ, എല്ലായിടത്തും ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഈ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന വടംവലിയാണ് മുസ്ലിം ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ മുഴുവനും വിഴുങ്ങാൻ വരുന്ന ആളുകളെ പറ്റിയൊന്നും ആലോചിക്കാൻ അവർക്ക് സമയമല്ല. അത്രയധികം ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് ഉമ്മത്ത് അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇത് മുതലെടുത്തിട്ട് അബ്ബാസിയ ഖിലാഫത്തിനെ തകർക്കുക എന്ന് പറയുന്ന ഹോലാക്കോ താർത്താരികളുടെ ഈ ആക്രമണം അവസാനം ഖലീഫയുടെ ബെഡ്റൂമിലെത്തി. ഖലീഫയെ പിടിച്ച് ഒരു ചാക്കിലിട്ടിട്ട് മുസ്താസിം ബില്ല, അതാണ് അബ്ബാസി ഖലീഫ, ആ കാലത്തെ ഖലീഫ, ഒരു ചാക്കിലിട്ടിട്ട് ചോര ചിന്താതെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് ഖലീഫയെ കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഏറ്റവും നിന്ദ്യമായ വിധത്തിൽ ഖലീഫയെ കൊന്നിട്ടും അവസാനിക്കാതെ അവിടെ 40 ദിവസം ഈ ബാഗ്ദാദ്, ഇന്നത്തെ ഇറാഖ്, ബാഗ്ദാദ് മുഴുവനും ഈ താർത്താരി സേനയുടെ തേരോട്ടായിരുന്നു. 10 ലക്ഷം, 1 മില്യൺ മനുഷ്യരെങ്കിലും ചുരുങ്ങിയത് കൊന്നിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് 40 ദിവസം കൊണ്ട്. അത് കൊല്ലുന്നത് ഏറ്റവും വൃത്തികെട്ട വിധത്തിൽ. ഒരു മുസ്ലിം പെണ്ണ് സൈന്യം വരുന്നത് കണ്ടപ്പോൾ കയ്യിലുള്ള സ്വർണം വിഴുങ്ങിയതോടുകൂടി ആ പെണ്ണിനെ ജീവനോടെ വയറ് കീറിയിട്ട് ആ സ്വർണം പുറത്തെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ഗർഭിണികളായ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെയൊക്കെ വയറ്റിൽ സ്വർണം വിഴുങ്ങിയതാണ് എന്ന് വിചാരിച്ച് താർത്താരി പട്ടാളം അവരുടെ വയറ് കീറി എന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനായ ചരിത്രകാരൻ ഇബ്നുൽ അസീർ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ശേഷം ലോകത്ത് ഇതുപോലുള്ള ഒരു ദുരന്തമുണ്ടായിട്ടില്ല എന്നാരെങ്കിലും പറയുകയാണ് എങ്കിൽ അതാണ് സത്യം എന്ന് എഴുതി വെച്ച അത്രയും ഭീകരമായിരുന്നു ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും നേരെ നടന്ന താർത്താരികളുടെ ആക്രമണം. അത്രയും ഭീകരമായ ആക്രമണമായിരുന്നു അത്. ആ ആക്രമണം വന്നപ്പോൾ ഈ ഉമ്മത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുരിശ് സൈന്യം വന്ന് 3000 ആളുകളെ കൊന്ന് അവരുടെ ചുടുരക്തത്തിലൂടെ കുരിശ് സൈന്യത്തിന്റെ കുതിരകൾ ബൈത്തുൽ മഖ്ദിസിന്റെ മുറ്റത്തുകൂടെ നീന്തി കടന്നപ്പോ ഈ ഉമ്മത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചരിത്രത്തിൽ കുറെ സംഭവങ്ങളുണ്ട്. ഈ ഖുർആൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെടുമ്പോ, ഈ ദീന് ആക്രമിക്കപ്പെടുമ്പോ നിസ്സംഗരായിട്ട് നിൽക്കുന്ന അവരവരുടെ വളരെ ചെറിയ ലോകത്ത് ജീവിക്കുന്ന അല്പവിശ്വാസികളായ മനുഷ്യന്മാര്, അവർക്ക് ഈമാനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദീനിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടാണ് ഈ ദീനിനെ രക്ഷപ്പെടുത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന 40 ദിവസം കൊണ്ട് 10 ലക്ഷം ആളുകളെ കൊന്ന് അബ്ബാസിയ ഖിലാഫത്ത് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന അബ്ബാസിയ ഖിലാഫത്തിന്റെ ഇസ്ലാമിക നാഗരികതയുടെ വലിയ ഗ്രന്ഥപ്പുരകൾ ടൈഗ്രീസ് നദിയിലെറിഞ്ഞ് ചരിത്രകാരന്മാർ ടൈഗ്രീസ് നദിയുടെ വെള്ളത്തിന്റെ നിറം കറുപ്പായി ഈ അച്ചടി വശി ഉരണ്ടിട്ട് എന്ന് എഴുതുമാർ അത്രയും വലിയ ഭീകര താണ്ഡവം നടത്തിയ ഈ ഹോലാക്കോവിന്റെ സൈന്യത്തെ ഒരു മനുഷ്യൻ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തടഞ്ഞു. ഒരു മുഅ്മിൻ, അദ്ദേഹത്തിന്റെ പേര് സൈഫുദ്ദീൻ ഖുത്സി എന്നാണ്. താർത്താരികൾ തോറ്റു എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സൈഫുദ്ദീൻ ഖുത്സി, ഈമാനുള്ള ആളുകൾ ഈ മുസ്ലിം ഉമ്മത്തിലുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം, താർത്താരികളെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഈ താർത്താരികളെ മുഴുവനും നിലക്കി നിർത്തി അവരുടെ തേരോട്ടത്തെ സൈഫുദ്ദീൻ ഖുത്സി തടഞ്ഞു എന്ന് മാത്രമല്ല,
ഈ താർത്താരികളിൽ നല്ലൊരു ഭാഗം ഇസ്ലാം സ്വീകരിച്ചു. മല്ലം യഹ്തമ്മ ബി അംരി മുസ്ലിമീന ഫലൈസ മിൻ. മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാത്തവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലല്ലോ. അവരവരെ കാര്യങ്ങളല്ല, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങൾ പരിഗണിക്കാത്ത ഒരു മുസ്ലിം അവരിൽപ്പെട്ടവരല്ല. കുറെ ഹദീസുകളിലൂടെ ശരീരമാണ്, പരസ്പരം സഹായിക്കുന്നു, ശരീരത്തിന്റെ ഒരു ഭാഗക്കും ഒരു പ്രയാസം ഉണ്ടായാൽ, രോഗമുണ്ടായാൽ ഉറക്കമൊഴിത്ത് ബാക്കി ശരീരഭാഗങ്ങൾ ഉറക്കമൊഴിക്കുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഉമ്മത്താണ്. എന്നാതെ ഉമ്മക്കും വാഹിഹ, ഇതിനൊറ്റ ഉമ്മത്താണ് ചിലപ്പോൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്ന് കാണുന്നില്ല. നമ്മുടെ രാജ്യത്തെ സഹോദരന്മാരെ, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ മറികടണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അബലമായ ശക്തിയില്ലാത്തൊരു സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശക്തിയാണ് അവസാനമായിട്ട്. നിങ്ങളുടെ ഐഡിയോളജി വലിയ ഐഡിയോളജിയാണ്, ആദർശമാണ്, ഇതൊന്നും പറഞ്ഞിട്ട് ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ ശക്തിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ഈമാനിന് ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി, ഒരു സംശയമല്ല. പക്ഷെ അതിന്റെ കൂടെ ഭൗതിക ശക്തി കൂടി ആവശ്യമാണ്. ശക്തിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഐഡിയോളജി ആര് സ്വീകരിക്കാനാ? ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ ശക്തി മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് എല്ലാവരും ഈ കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എംപവർമെന്റ് കുറെ നമ്മുടെ സമുദായത്തിലാക്കുക വലിയ കാര്യം തന്നെയാണ്. വെട്ടിനെടുക്കുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുക്കുക, പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നടത്തുക, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു സമുദായത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. വലിയ മഹാന്മാരും ചിന്തകന്മാരും പറയാറുണ്ട്, ഇതുപോലുള്ള ആതുര സേവനങ്ങൾ നടത്തി നമ്മുടെ സമുദായത്തിലെ ആളുകളെ നിങ്ങൾക്ക് അപ്പക്കൊറ്റയുള്ള ചില ചില്ലറ സഹായങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നല്ലാതെ നിങ്ങളുടെ ഉമ്മത്തിനെ ഈ ആതുര സേവനങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒക്കെ നടന്നോട്ടെ, നടക്കണ്ടെന്ന് തന്നെ ഞാൻ പറയാം. നിങ്ങളുടെ ഉമ്മത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഉമ്മത്തിന് അതിനുള്ള ശേഷി വേണം. അതിനുള്ള ബുദ്ധിശേഷി നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള വിദ്യാഭ്യാസം നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള ചിന്താശേഷി നിങ്ങളുടെ സമൂഹത്തിന് ഉണ്ടാക്കണം. അതിനുള്ള ബാക്കിങ് പവർ ഉണ്ടാക്കണം. അതിനുള്ള സ്വാധീന ശേഷി ഉണ്ടാക്കണം. ഇതൊക്കെ അതിനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ ഉമ്മത്തിന് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ ഉമ്മത്ത് മറ്റു ഉമ്മത്തുകളുടെ ഇടയിൽ പിടിച്ചു വെക്കുന്നത്. കേരളത്തിലെ ഉമ്മത്ത് പിടിച്ചു വെക്കുന്നത് ഇവറ്റുള്ളതുകൊണ്ടാണ്. വിദ്യാഭ്യാസം, പണം, സമ്പത്ത്, കച്ചവടം, ബുദ്ധി, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഈ ഉമ്മത്ത് പിടിച്ചു നിൽക്കുന്നത്. മറ്റു പ്രദേശങ്ങളിലും ഇത് ഈ ഉമ്മത്തിനുണ്ടാകുമ്പോഴാണ് ഉമ്മത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അത് നമ്മളുടെ മനസ്സിലുണ്ടാവും. സാന്ദർഭികമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. കേരളത്തെ കുറേയധികം പള്ളികളിൽ ഇന്ന് രണ്ടാമത്തെ ഖുതുബയിൽ പറയുന്ന ഒരു കാര്യം അതെന്താണ് എന്ന് വെച്ചാൽ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനെ, ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ ശാക്തീകരിക്കണമെന്ന് നമ്മൾ പറയുമ്പോഴേ അതിലേറ്റവും പ്രധാനപ്പെട്ട ശാക്തീകരണം വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരണം തന്നെയാണ്. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാവണം, അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാജ്യത്ത് ഭരണം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരിൽ 2.5% മാത്രമാണ് ഈ സമുദായം. 20% വരുന്നൊരു സമുദായം ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ 2.5% ആവറേജ്. ഈ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. അധികാരത്തിന്റെ ഇടനാഴികളിൽ നമ്മുടെ സമുദായം എത്തണം. അവർ സുപ്രീം കോടതികളിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലും മന്ത്രാലയങ്ങളിലും എംബസികളിലും അവർ എത്തിപ്പെടണം. അവരുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഏമത്യനുമായിട്ട് വരണം. അവർ പട്ടാള ഉദ്യോഗസ്ഥരായിട്ട് വരണം. അവർ വലിയ സമ്പന്നരും കച്ചവട പ്രമുഖരുമായിട്ട് മാറണം. അവർ ലോകത്ത് മുഴുവനും നയിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, മീഡിയ, പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും അവരുടെ കയ്യിൽ വരണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ സമുദായത്തിന് രാജ്യത്ത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ഈ സമുദായത്തിന്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് റോട്ടിലിട്ട് തല്ലിക്കൊല്ലാനും
അതുപോലെ തന്നെ സമുദായത്തിന്റെ അവകാശങ്ങൾ കോടതികളിൽ നിഷേധിക്കുവാനും ഒക്കെ മറ്റുള്ളവർക്ക് കഴിയുന്നത്. ചെറുപ്പക്കാരുണ്ടിലെ NRC സമരത്തിൽ പങ്കെടുത്ത, പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ 5 വർഷമായിട്ട് ജയിലിൽ കഴിയാണ്. ചെറുപ്പക്കാര് 20ഉം 22ഉം വയസ്സായ ചെറുപ്പക്കാര്, ഇങ്ങനെയുള്ള 60,000-ഓളം ചെറുപ്പക്കാര് ജയിലിൽ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കേൾക്കുന്നത് ഒരു ഷർജീലിമാവോ അല്ലെങ്കിൽ ഒരു ഉമർ ഖാലിദോ ആയിരിക്കും. അതുപോലെ കുറെ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ ഇന്നൊരു കപിൽ സിബലും ഒരു പ്രശാന്ത് ഭൂഷൺ, ഒരു ദുഷ്യന്തവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ കാര്യശേഷം ആരാണ് ഉമ്മത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ കയറിയിട്ട് നീതി വാങ്ങാൻ വേണ്ടിയിട്ട് വാദിക്കുന്നത്? ആരാണ് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് കോടതിയുടെ നീതിപീഠങ്ങളിൽ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടും ജഡ്ജിമാരായിട്ടും ഹൈക്കോടതികളിലെ, സുപ്രീം കോടതികളിലെ സീനിയർ വക്കീലായിട്ടും ഈ ഉമ്മത്തിന് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണുള്ളത്? ഇതൊന്നും ആലോചിക്കുകയും ഇതിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുകയും ചെയ്യാത്ത ഒരു സമുദായം എങ്ങനെയാണ് ഒരു കാലത്ത് താർത്താരികൾ അബ്ബാസിയ ഖിലാഫത്ത് തകർത്ത് 10 ലക്ഷം മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കിയതിന് സമാനമായ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ രാജ്യം പോയി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടിട്ട് പിന്നെ നമ്മൾ കൈമലർത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് പള്ളിന് സാന്ദർഭികമായിട്ട് നമ്മളുടെ ഈ നാട്ടിൽ, ഇത് കോട്ടയത്തും എറണാകുളത്തുമല്ല, എറണാകുളത്തെയും കോട്ടയത്തെയും പള്ളികളിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ പെരിന്തൽമണ്ണ പൂപ്പലം, ഇവിടുന്ന് കിലോമീറ്റർ ദൂരമുള്ള പൂപ്പലത്ത് നോർത്ത് വേൾഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്ട്, ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രൊജക്ട്, ഈ ഉദ്ദേശാർത്ഥം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 50 ഏക്കർ ഭൂമി നിങ്ങളെപ്പോലുള്ള ആളുകൾ വസ്തുവ് ചെയ്ത് വാങ്ങിയെടുത്ത് അവിടെ പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് ലോ, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ മീഡിയ സ്റ്റഡീസ്, ബിസിനസ് സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, ഇതുപോലുള്ള റിസർച്ച് സെന്ററുകൾ, ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു യൂണിവേഴ്സിറ്റി, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെയും കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പോഴെങ്കിലും ഈ സമുദായത്തിനു വേണ്ടിയിട്ട് വാദിക്കാൻ സുപ്രീം കോടതിയിൽ, ഹൈക്കോടതി ഈ ഉണ്ടാക്കുന്ന ലോ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയോടുകൂടി വിഭാവന ചെയ്തിട്ടുള്ള, പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്ട് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ബിരുദം പൂർത്തിയായി. അതിന്റെ ലോ കോളേജ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതിയും വാങ്ങിയെടുത്ത് അതും തുടങ്ങിക്കഴിഞ്ഞു. അതിന് ബിൽഡിംഗ് ഇല്ലാതെ അതിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴേ ഒരു ക്രൗഡ് ഫണ്ടിങ് കേരളത്തിലെ മുഴുവൻ ആളുകളെ സമീപിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ കളക്ഷൻ നടത്തുവാനുള്ള തീരുമാനമെടുക്കുകയും ഇന്ന് ജുമയോടുകൂടി ആ ക്രൗഡ് ഫണ്ടിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആളുകൾ അവർക്ക് കഴിയുന്ന ഒരു 30,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ്, 7 കോടി രൂപ വരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ഉണ്ടാക്കേണ്ടത്. 7 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. ഒരു സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയാണ് ചെലവ്. ആളുകൾ 1 സ്ക്വയർ ഫീറ്റ്, 2 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് ഒക്കെ എടുത്തുകൊണ്ട് 100 രൂപ മുതൽ എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അതുവരെയുള്ള സംഖ്യകൾ ആളുകൾ അതിലേക്ക് ചേർത്തുകൊണ്ട് അതിൽ ആളുകളെ പരമാവധി പങ്കാളികളാക്കി 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ 7 കോടി രൂപ ഉണ്ടാക്കുവാനുള്ള ഒരു ക്യാമ്പയിനാണ്, ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇദാ മാത ഇബ്നു ആദം ഇൻഖത അംറുഹു ഇല്ലാ മിൻ സലാ, ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ശ്വാസം അടങ്ങുന്നതോടുകൂടി ഇല്ലാതായി. പക്ഷെ 3 കാര്യങ്ങളുടെ ശ്വാസം അടങ്ങുന്നില്ല. അതൊന്ന് സദഖത്തുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. അതാണ് വഖഫ്. നിങ്ങൾ സക്കാത്ത് കൊടുത്ത ഒരാള് ഭക്ഷണത്തിന് പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അത് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞു, അത് വഖഫല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പ്രൊജക്റ്റിൽ നിങ്ങൾ പങ്കാളികളായി നിങ്ങളുടെ മരണശേഷവും അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിനെയാണ് വഖഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇത് അതേപോലുള്ള ഒരു വഖഫ് പ്രൊജക്റ്റാണ്. നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ ബിൽഡിംഗ് ഉണ്ടായി, ഈ ബിൽഡിംഗിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കാലത്ത് ദീനിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുമ്പോൾ ആ കുട്ടിയുടെ സേവനത്തിന് അള്ളാഹു കൊടുക്കുന്ന കൂലിയുടെ ഒരംശം നമ്മൾക്കും ഖബറിൽ കിട്ടും എന്നുള്ളതാണ് ഇതൊരു പത്തിമ പ്രൊജക്റ്റാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇൽമുൻ യുൻതഫഉ ബിഹി,
പ്രയോജനകരമായ വിജ്ഞാനമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഈ പ്രൊജക്റ്റിൽ പങ്കാളികളാവണം. ഇന്ന് ലുവാക്ക് ശേഷം, നമസ്കാരത്തിന് ശേഷം ഇവിടെ വക്കറ്റിൽ അതിന്റെ കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ പൈസ സംഭാവനകൾ കോൺട്രിബ്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് അവിടെ നമ്മളുടെ പോസ്റ്ററുണ്ട്. ആ ലിങ്ക് എടുത്തിട്ട് നമ്മൾ പങ്കാളികളാവുക മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയും, ഇത് നമ്മളുടെ ഉമ്മത്തിന് ഈ കാലത്ത് ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റാണ്, ഇതൊരു സാധാരണ പ്രൊജക്റ്റ് അല്ല, നമ്മൾ സഹകരിക്കണം എന്ന് നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്യണം. നമുക്ക് 1 രൂപ, 100 രൂപ, 10 രൂപ, 1000 രൂപ വഖഫ് ചെയ്യാനുള്ള ഒരവസരമായിട്ട് ഈ പ്രൊജക്റ്റിനെ കാണണം എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങളെല്ലാവരും ഈ സംരംഭത്തിൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്തുള്ള ഒരു മനുഷ്യരെക്കാൾ പെരിന്തൽമണ്ണയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു പ്രൊജക്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ പ്രൊജക്ട് പൂർത്തീകരിക്കേണ്ട ബാധ്യതയുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും, ഈ 7 കോടിയിൽ 1 കോടി രൂപയെങ്കിലും നമുക്ക് സമാഹരിക്കാനാവണം. നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് 1000-ൽ ഒരു വലിയ സംഖ്യ ലഭിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ഇതിലൊന്നും പങ്കാളികളാവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ വിചാരിക്കാം. സ്വത്തുള്ള ആളുകൾ അവരുടെ സ്വത്തിന്റെ 3 അവർക്ക് വഖഫ് ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മുഴുവനും മക്കൾക്ക് വിട്ടേച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ചെല്ലുമ്പോ ബാക്കിയും ഉണ്ടാവില്ല. അവർ അവരുടെ സ്വത്തിന്റെ 3 കൊടുക്കാൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കുന്നതിന് മുമ്പ് അതുപോലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകണം. ഈ പ്രൊജക്ടിന് തരണം എന്ന അഭിപ്രായമില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഖബറിൽ ആശ്വാസത്തോടു കൂടി കിടക്കാൻ പറ്റുക. അതുകൊണ്ട് സഹോദരിമാരെ, ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്കറിയാവുന്നവരോടൊക്കെ ഇത് ഷെയർ ചെയ്ത് പങ്കാളികളാക്കുകയും, പെരിന്തൽമണ്ണയിൽ നിന്ന് 1 കോടി രൂപ എന്ന് പറയുന്ന നമ്മുടെ ഉദ്ദേശം സഫലമാവുന്ന വിധത്തിൽ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതുപോലുള്ള പ്രൊജക്ടുകള് ഇന്ത്യ രാജ്യത്തുണ്ടായി കഴിഞ്ഞ് നമ്മളൊക്കെ മരിച്ചുപോയി ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ റിസൾട്ട് വരാം. അതിന് നമുക്ക് പങ്ക് വേണം. നമ്മുടെ വിചാരിച്ചില്ലെങ്കിലും നമ്മുടെ പൈസ കൊടുത്തില്ലെങ്കിലും ഒക്കെ നടക്കും. ഇതൊക്കെ അള്ള പൂർത്തീകരിക്കും. എന്റെയോ നിങ്ങളുടെയോ കഴിവുകൊണ്ടല്ല, വേറെയുള്ള ആളുകളല്ല ഇറക്കിയിട്ട് അവരുടെ പോക്കറ്റിലുള്ള പൈസ അള്ളാഹുവിന് വേണ്ടി തിറക്കും. അതുകൊണ്ട് ഇത് പൂർത്തീകരിക്കും. പക്ഷെ ഇതിൽ നമുക്ക് പങ്കാളിത്തം വേണം എന്ന് എല്ലാരത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ മഹത്തായ വഖഫിൽ പങ്കാളികളാറും എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദൗത്യം ഇതേപ്പിക്കുകയും ഇത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു വലിയ സൽക്കർമ്മമായിട്ട് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു വഖഫായിട്ട് അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഇന്ത്യ രാജ്യത്ത് 20 കോടി വരുന്ന സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നമ്മുടെയും നാം അല്ലാത്തവരുടെയും എല്ലാവരുടെയും ശ്രമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഈ ദീനിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ